നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ പല കാര്യങ്ങളും പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഏതൊരു പ്രശ്നത്തെയും ശാന്തമായിട്ടും ക്ഷമയോടുകൂടിയും നേരിടാനും നിങ്ങൾക്ക് വന്ന് ചേരുന്നത് എത്ര മോശം സാഹചര്യമായാലും അതുമായിട്ട് പൊരുത്തപ്പെടാനും നിങ്ങളിൽ പലരും ഇപ്പോൾ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെയധികം സമാധാനം, സംതൃപ്തി ഇവയൊക്കെ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുകയല്ല വേണ്ടത്, മറിച്ച് ക്ഷമയോടുകൂടി സമയമെടുത്ത് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വളരെയധികം സമാധാനം അനുഭവിക്കാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് വളരെയധികം സന്തോഷം വന്ന് എത്തുന്നുണ്ട്. ഭാഗ്യം, സമൃദ്ധി ഇവയൊക്കെ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ സങ്കടങ്ങളിലൂടെ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയാണ് കടന്ന് വന്നതെങ്കിൽ ഇനി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു നിമിഷത്തിലേക്കാണ് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ നിങ്ങളിൽ പലർക്കും നീതി ലഭിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങൾക്കും പഴി കേൾക്കേണ്ടി വരുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. നിങ്ങളുടെ നല്ല മനസ്സിനെ മുതലെടുക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട്. സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങൾക്ക് നീതി നൽകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും ജീവിതം ഒരു മാറ്റത്തിൻ്റെയും പുതിയ തുടക്കത്തിൻ്റെയും ഒരു സമയത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ മുമ്പ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞ സാഹചര്യങ്ങളെ ഇപ്പോഴും നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പലരും നിങ്ങൾക്ക് വളരെയധികം വിശ്വാസമുള്ള ഒരാളോടൊപ്പം ചേർന്ന് പുതിയൊരു സംരംഭം തുടങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ കഴിവുകളുള്ള വ്യക്തികളായിരിക്കില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസം, ബഹുമാനം, അതേപോലെ തന്നെ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ശ്രദ്ധ ഇവയൊക്കെ കൊണ്ട് ആ ഒരു സംരംഭത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാവാൻ പോകുന്നതിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വളരെയധികം ഊർജ്ജസ്വലത അനുഭവപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ വളരെ പ്രയാസകരമായിട്ടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളിൽ കൂടി കടന്ന് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കാനും പിന്തുണയ്ക്കാനുമൊക്കെ ആരൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് വിജയം, സമൃദ്ധി, ശക്തി ഇവയൊക്കെ കടന്നു വരുന്ന എനർജി കാണുന്നുണ്ട്. വളരെയധികം പോസിറ്റീവ് ഊർജ്ജമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ആ ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങൾ എവിടെ പോയാലും എന്ത് കാര്യം ചെയ്താലും നിങ്ങളിലെ ആ ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് വളരെയധികം സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആത്മവിശ്വാസം വളരെയധികം കടന്നു വരുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കൂടാതെ തീർച്ചയായിട്ടും ഇവിടെ പുതിയ തുടക്കങ്ങളുടെയും അവസരങ്ങളുടെയും ഒക്കെ ഒരു എനർജി തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. വളരെയധികം അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്. അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും നിങ്ങളുടെ ആശയങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനുമൊക്കെ നിങ്ങൾ
ശ്രമിക്കണം എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. പ്രപഞ്ചത്തിൽ വളരെയധികം വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും. ജീവിതത്തിന് ഒരു പൂർണ്ണത വന്ന് ചേരാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പലരും കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. പലർക്കും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ അഭിമാനത്തിന് വളരെ വലിയൊരു ക്ഷതം സംഭവിച്ചിരിക്കുന്ന തരത്തിൽ ചില നഷ്ടങ്ങൾ പലർക്കും വന്ന് ചേർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഈ ഒരു സാഹചര്യം അത് വെറും താൽക്കാലികം മാത്രമാണെന്നുള്ളതാണ്. ഈ ഒരു സമയവും നിങ്ങളിൽ നിന്നും കടന്നു പോവും എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സഹായം എത്തിച്ചു തരാനായിട്ട് പലരും നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കൂടാതെ മുമ്പ് പറഞ്ഞതുപോലെ വളരെ വേഗത്തിൽ ചില നല്ല വാർത്തകൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. ജീവിതത്തിൽ ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന തരത്തിൽ ചില പ്ലാനുകൾ പലരുടെയും ഉള്ളിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചുള്ള ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ അത് നടപ്പിലാക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ അത്തരം ചിന്തകളെ മറികടന്ന്, ഭയത്തെ മറികടന്ന് ധൈര്യമായിട്ട് നിങ്ങളുടെ പ്ലാനുകൾ നടപ്പിലാക്കാൻ ആരംഭിക്കുക. കാരണം ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ സമീപിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പുതിയ തുടക്കങ്ങൾ, സന്തോഷം ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്ന് എത്തുന്നുണ്ട്. സ്നേഹം നിങ്ങളിലേക്ക് വന്നെത്താനും തിരികെ മറ്റുള്ളവർക്ക് നൽകാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സൗഹൃദമായാലും പങ്കാളിയായാലും അല്ലെങ്കിൽ സ്നേഹബന്ധമായാലും അവിടെ ആ ഒരു വ്യക്തി മൂലം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ പലർക്കും കുട്ടികൾ ജനിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം ഇതായിരുന്നു. ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.